Hi guys, so നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം ആ വ്ളോഗ്. സോ ഫസ്റ്റ് ഐ നീഡ് ടു റൈറ്റ് മൈ ടു ഡു ലിസ്റ്റ് കാരണം കുറച്ചധികം പരിപാടി നമുക്കിന്ന് ചെയ്യാനുണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. Hello friends, welcome back to my channel and welcome back to brand new video. So ഇന്ന് ആക്ച്വലി ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നത്തിങ് സ്പെഷ്യൽ, ജസ്റ്റ് എ പ്ലെയിൻ റിയലിസ്റ്റിക് പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ് ആഫ്റ്റർ പൂജ ഹോളിഡേയ്സ്. കാരണം അതിന് ശേഷം ഉള്ളൊരു ദിവസമാണിത് ആക്ച്വലി. സോ ഐ വാസ് റൈറ്റിംഗ് മൈ ടു ഡു ലിസ്റ്റ്. കാരണം ടു ഡു ലിസ്റ്റ് ഇല്ലാതെ കാര്യമില്ല. ലൈക്ക് ഭയങ്കര എന്താ പറയുക, ഒക്കെ റാൻഡമായിട്ട് അവിടെ ഇവിടെ നിൽക്കുന്ന പോലുണ്ട്. ടു ഡു ലിസ്റ്റിൽ നമുക്ക് കറക്റ്റ് എന്താണെന്ന് ചെയ്യേണ്ടതെന്ന് കറക്റ്റ് ഓർഡറിൽ കിട്ടും. സോ ബേസിക്കലി ഞാനിപ്പോൾ ഫിസിക്സ് ആണ്, എനിക്ക് കുറേ ബാക്ക്ലോഗ്സ് ഉണ്ട് ഫിസിക്സ്. സോ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഡെയിലി ഫിസിക്സ് ഒരു ക്ലാസ് രീതിയിൽ കണ്ടിട്ട് പോവും. അതായത് കറൻ്റ്ലി എടുക്കുന്നത് അങ്ങനെ കണ്ടുപോകും, അല്ലാത്ത ബാക്ക്ലോഗ്സ് ഉള്ളത് ഡെയിലി ഓരോ ക്ലാസ് വീതം മെല്ലെ മെല്ലെ ഇങ്ങനെ കണ്ടുപോകാൻ ഞാൻ വിചാരിക്കുന്നത്. ലൈക്ക് എടുത്ത് വെക്കുന്നതിനെക്കാട്ടും നല്ലത് അറ്റ്ലീസ്റ്റ് ഡെയിലി ഇത്തിരിയെങ്കിലും പഠിച്ചു പോകുന്നതാണ്. ഇത്തിരി പഠിച്ചാൽ നമുക്ക് ഓർമ്മയുണ്ടാവും. സോ അതുകൊണ്ട് ഞാൻ അങ്ങനെ പഠിക്കാനാണ് വിചാരിക്കുന്നത്. സോ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്ത റിവിഷനാണ്, അതായത് പാർട്ട് 1 ക്ലാസ് കണ്ടൻറ് റിവിഷൻ. ഇനി അടുത്ത് പാർട്ട് 2 ക്ലാസ് കാണുന്നുണ്ട്. ഇതിന് ശേഷം പിറ്റേ ദിവസം ഞാൻ റിവിഷൻ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്തതിന് ശേഷം മാത്രമേ പാർട്ട് 3 ഞാൻ കാണുകയുള്ളൂ, എങ്കിലേ കാര്യമുള്ളൂ. സോ പിന്നെ ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ ഇപ്പം ഞാൻ എഴുതുന്നത് എന്താ വെച്ചാൽ പാർട്ട് 1 കുറച്ച് ഇക്വേഷൻസും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയൊരു ഡെറിവേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് എഴുതി ഞാൻ മുന്നിൽ എൻ്റെ വാളിൻ്റെ മുന്നിൽ സ്റ്റിക്ക് ചെയ്യും. സോ അഥവാ ഈ ചാപ്റ്ററിന് എന്തെങ്കിലുമൊക്കെ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കത് റിഫർ ചെയ്താൽ മതി. അല്ലെങ്കിൽ ലൈക്ക് നമ്മുടെ ടേബിളിന് മുന്നിലായതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കും. സോ അത് തന്നാലെ ആ ഇക്വേഷൻ നമ്മുടെ തലയിലേക്ക് ഇങ്ങനെ കയറും. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്, സ്റ്റിക്ക് ചെയ്യുന്നത്. അത് ഭയങ്കര ഒരു അടിപൊളി ടിപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ നിങ്ങൾ ട്രൈ ചെയ്യുക. ആക്ച്വലി ഇതിപ്പോൾ എനിക്ക് കുറേ മുന്നേ അറിയായിരുന്നു, ബട്ട് സ്റ്റിൽ ഞാൻ ചെയ്തിട്ടില്ല. ഈ അടുത്താണ് ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഐ ഫൈൻഡ് ഇറ്റ് റിയലി ഹെൽപ്ഫുൾ. അപ്പോൾ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെയാണെന്നുള്ള കമൻറ്റ് ബോക്സിൽ എന്നോട് പറയാം. ഹായ് ഗൈസ്, അപ്പം ഇപ്പോൾ ഉച്ചയായിട്ടുണ്ട് ആൻഡ് എനിക്കൊരു പാക്കേജ് വന്നു ഫ്രം മിന്ത്രയിൽ. ഇപ്പോൾ ഭയങ്കര സെയിൽ ഗോയിങ് ഓൺ ആണ്. സോ ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. സോ അത് ലൈക്ക് പാർട്ട് 1 ഞാൻ ചെയ്തിട്ടുണ്ട്, പാർട്ട് 2 കൂടി ഉണ്ട് അതിൻ്റെ. അത് കുറച്ചും കൂടി എത്താണ്ട്, ഇന്നും നാളെ മറ്റന്നാളായിട്ട് എത്താം. അപ്പോൾ എത്തി കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും വീഡിയോ ചെയ്യണം. ഓക്കെ, നൗ ലെറ്റ്സ് അൺബോക്സിങ് ദിസ്. എൻ്റെ സൗണ്ട് ക്വാളിറ്റി ഭയങ്കര ബാഡായിരിക്കും കാരണം ഞാൻ മൈക്ക് വെച്ചിട്ടില്ല. ഇപ്പോൾ ജസ്റ്റ് അൺബോക്സിങ്ങിന് എന്തിനാ മൈക്ക് അല്ലേ. ലെറ്റ്സ് അൺബോക്സ്. ഇത് വന്നിട്ട് സിമ്പിളിൻ്റെ ഒരു ക്ലെൻസറാണ്. ശരിക്കും ഇതിൻ്റെ റേറ്റ് 420 റുപ്പീസാണ്. എനിക്കത് 215 സംതിങ്ങിന് കിട്ടി. സെയിലിൽ 50% ഓഫ് ഉണ്ടായിരുന്നു. സോ ഒന്നും നോക്കിയില്ല, ജസ്റ്റ് ബോട്ട് ഇറ്റ് ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അതിനുശേഷം ഒരു 2-3 സംതിങ് ആയപ്പോൾ തന്നെ ഞാൻ പഠിക്കാമായിരുന്നു. ഐ വാസ് സ്റ്റഡിങ് മാത്സിൽ ഇൻ്റഗ്രൽസ് ചാപ്റ്റർ പാർട്ട് 5 or 6 എന്താണ് ഞാൻ കാണുന്നത്. അപ്പോൾ നമുക്കിന്നൊരു രാത്രി ക്ലാസ് ഉണ്ട്. അപ്പോൾ അത് കാണണമെങ്കിൽ എനിക്ക് ആ കംപ്ലീറ്റ് ആയിട്ടുള്ളത് കാണണം, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളത് കാണണം. ആക്ച്വലി ഞാനത് കംപ്ലീറ്റ് ആയി കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ലൈക്ക് ഞാൻ വീഡിയോ ക്ലിക്ക് ചെയ്തപ്പോൾ കുറച്ചൊരു ബഗ് വന്നതാണ് സംഭവം. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഫുള്ള് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ചെറിയൊരു റിവിഷൻ പോലെ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടു വെച്ചിട്ടുണ്ട്. കാരണം ബുക്ക് തൊട്ടിട്ട് കുറേ ആയല്ലോ, എന്തെങ്കിലും ആ ചാപ്റ്ററിൻ്റെ അറിയണ്ടേ. സോ ചെറുതായിട്ട് ഞാൻ ആ കണ്ടത് തന്നെ ഒന്നും കൂടി ഇരുന്ന് കണ്ടു, ലാസ്റ്റിലേക്കുള്ളത് ജസ്റ്റ് ഒന്ന് റിവിഷൻ പോലെ. പിന്നെ അതിനുശേഷം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കെമിസ്ട്രിയാണ്. കെമിസ്ട്രി ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. കെമിസ്ട്രിയിൽ കോർഡിനേഷൻ കോമ്പൗണ്ട് ആ ഒരു ചാപ്റ്ററാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളൂ. സ്കൂളിൽ അത് കഴിഞ്ഞു. അപ്പോൾ അത് പഠിക്കുകയാണ്, ലൈക്ക് ഓർഗാനിക് ആണ്. സോ വെരി ഇമ്പോർട്ടൻറ്റ്. ശരിക്കും അത് അപ് ടു ഡേറ്റ് ആയിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ പെട്ടെന്ന് ഒരു ലാഗ് വന്നു. അപ്പോൾ അതിനുശേഷം എനിക്കത് കുറച്ചുകൂടി ക്ലാസ്സസ് പെൻഡിങ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് ഇന്നൊരു ക്ലാസ് ഉണ്ട്, അപ്പോൾ അതിനായിട്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഐ കുഡൻറ്റ്. സോ അതുകൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ക്ലാസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബാക്ക്ലോഗ്സ് ഒക്കെ എനിക്കിനി എങ്ങനെയൊക്കെ തീർക്കണം. ലൈക്ക് ജസ്റ്റ് എങ്ങനെയും തീർത്താൽ പോരാ, പഠിച്ചിട്ട് തന്നെ തീർക്കണം എന്നുണ്ട്. സോ ഐ എം ട്രൈങ് മൈ ബെസ്റ്റ്. ഇനി ഫ്യൂ മന്ത്സ് മാത്രമേ ഉള്ളൂ എക്സാമിനായിട്ട്. സോ ഐ വോണ്ട് ടു ടെൽ യു ഇസ് ദാറ്റ് പ്രിപ്പയർ വെരി നൈസ്ലി. നിങ്ങൾ ബാക്ക്ലോഗ്സ് ഒക്കെ കണ്ട് വേഗം തന്നെ തീർക്കുക.